ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു മുട്ടക്കറി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഡിഷിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഈവൻ ചോറിൻ്റെ കൂടെ പോലും കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അടി കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പം ഞാൻ ഒരു ഗ്ലാസ്സോളം തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യമേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോയതിന് ശേഷം ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്യരുത്, നല്ലൊരു ടേസ്റ്റായിരിക്കും. ഒരു 2-3 ചെറിയുള്ളിയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 2-3 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഈ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. അത് 1 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊടിയില്ലെങ്കിൽ നിങ്ങൾ തേങ്ങ വറുക്കണ സമയത്ത് മുഴുവനായിട്ട് 1 സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമുക്ക് കരിഞ്ഞു പോവാതെ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത് നമ്മളവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തേതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല നമ്മുടെ തേങ്ങയിൽ. കാരണം നമ്മൾ സെപ്പറേറ്റ് വെളിച്ചെണ്ണ ചേർക്കുന്നത് കൊണ്ട് ഞാൻ തേങ്ങയിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. കൂടുതൽ വെളിച്ചെണ്ണയ്ക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തേങ്ങയിലും ചേർക്കാം, അതുപോലെ തന്നെ സവാള വഴറ്റുന്ന സമയത്തും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നന്നായിട്ട് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. നല്ലോണം മൊരിഞ്ഞ് വരണം കേട്ടോ. അതാണ് നല്ലൊരു ടേസ്റ്റ്. നന്നായിട്ട് വഴന്ന് വന്നാൽ പോരെ, നന്നായിട്ട് മൊരിയിച്ചെടുക്കണം, കരിഞ്ഞു പോവാതെ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. മൊത്തമാണ് ഞാൻ 1/2 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. പിന്നെ 1 സ്പൂൺ ഗരം മസാലയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കരിഞ്ഞു പോവാതെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുന്ന സമയത്ത് നമുക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മുട്ടക്കറി വച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്തപ്പോൾ നന്നായിട്ട് നമുക്ക് തക്കാളി വഴന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ നമ്മൾ അരച്ച് ആദ്യം എടുക്കണം കേട്ടോ. നമ്മൾ തണുക്കാനായിട്ട് വെച്ച തേങ്ങ ഞാൻ ആദ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ സവാളയുടെ മിക്സൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മുട്ടക്കറിയിലേക്ക് നന്നായിട്ട് മുട്ട ചേർക്കണം കേട്ടോ. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കറിക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു വറുത്തരച്ച ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയത്ത് മുഴുവൻ ഇടാതെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരഞ്ഞിട്ട് ഇടുവാണെങ്കിൽ ആ മുട്ടയുടെ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ നമുക്ക് മുട്ടയ്ക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ സവാളയുടെ മിക്സും അതുപോലെ തന്നെ തേങ്ങയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മളെപ്പോഴും കറി വെക്കണ സമയത്ത് ആവശ്യത്തിന് നല്ല ലൂസിന് കറി എടുത്തോളണം. അല്ലാതെ നമ്മൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം പോരാ എന്ന് തോന്നി രണ്ടാമത് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിയിൽ ആ വെള്ളം വേറിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ മുട്ടക്കറി നമ്മൾ ഇതുപോലെ തയ്യാറാക്കുന്ന സമയത്ത് നന്നായിട്ട് ലൂസിന് തന്നെ എടുക്കുക. അതിനുശേഷം വെള്ളം വറ്റിയതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആ ഒരു ശരിക്കും വെള്ളം വേറിട്ട് നിൽക്കും നമുക്ക് പിറ്റേന്നത്തേക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ഞാൻ നന്നായിട്ട് തന്നെ ലൂസിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി നമുക്ക് വരണം. ആ മുട്ടയിലൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ പിടിക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം.
കണ്ടല്ലോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇരുന്ന് കുറുകി അതിൻ്റെ വെള്ളം വറ്റണതായിരിക്കും നല്ലൊരു ടേസ്റ്റായിട്ട് നമ്മുടെ മുട്ടക്കറിക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയിലെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ എടുക്കുകയാണെങ്കിലും അപ്പത്തിനൊക്കെ എടുക്കുകയാണെങ്കിലും തന്നെ നമുക്ക് കുറച്ച് ലൂസ് വേണം അല്ലേ, നമുക്ക് പുട്ടൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾ ലൂസാക്കി എടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു പാകം തന്നെയാണ്, ഞാൻ ഒരുപാടങ്ങ് തിക്കാക്കി എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ വേറെ ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മൾ ആ സവാളയ്ക്കുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നാടൻ വിഭവങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.